ഇന്ത്യൻ നേവിയുടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്, ഞങ്ങളിതാ സുസജ്ജം, ഏത് സമയത്തും ഏത് അവസരത്തിലും തിരിച്ചടിക്കാൻ സജ്ജം എന്ന സൂചന നൽകുന്ന ഒരു ചിത്രത്തോടുകൂടിയുള്ള പോസ്റ്റ്. അത് കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമാഭ്യാസം കണ്ടതാണ്, നാവികസേനയുടെ കപ്പലിൽ നിന്നുള്ള മിസൈൽ പരീക്ഷണം കണ്ടതാണ്. അപ്പോൾ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നൊരു അറിയിപ്പായിട്ട് തന്നെ കണക്കാക്കാം ഇതിനെ, അല്ലേ? തീർച്ചയായും. പവർ ഇൻ യൂണിറ്റി, പ്രസൻസ് വിത്ത് പർപ്പസ്, മിഷൻ റെഡി എനി ടൈം എനിവെയർ എനിഹൗ എന്നുള്ളതാണ് ഇപ്പോൾ നാവികസേന അല്പസമയം മുമ്പ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാവികസേനയും വ്യോമസേനയും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കരസേനയും സൈനിക അഭ്യാസങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി സജീവമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4 പടക്കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാവികസേന തങ്ങൾ എവിടെയും എപ്പോഴും എങ്ങനെയും എന്തിനും നേരിടാൻ തയ്യാറ് എന്നുള്ള തരത്തിലുള്ള വളരെ വ്യക്തമായ സന്ദേശം നൽകുന്നത്. ഐക്യത്തിലൂടെ ശക്തി എന്നുള്ളതാണ്. ആ ഒരു സാന്നിധ്യം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുകൂടിയാണ് നാവികസേന ഇപ്പോൾ നൽകുന്ന സന്ദേശം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കരസേന രാജസ്ഥാനിലെ മരുഭൂമിയിൽ പരിശീലനം നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. യുദ്ധ ടാങ്കുകളാണ്, അർജുൻ M ടാങ്കുകളാണ് ആ പരിശീലനത്തിന് ഉപയോഗിച്ചിരുന്നത്. അതിന് തൊട്ടു മുമ്പ് 2 ദിവസം വ്യോമസേനയും അതോടൊപ്പം നാവികസേനയും തങ്ങളുടെ സൈനിക അഭ്യാസത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഒരു ഷോർട്ട് റേഞ്ച് മിസൈൽ, മിഡിൽ റേഞ്ച് മിസൈൽ പരീക്ഷിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് നാവികസേന വെച്ചത്. അതേസമയം മധ്യമേഖലയിൽ സെൻട്രൽ സെക്ടറിൽ ഓപ്പറേഷൻ ആക്രമൺ എന്ന് പേരിട്ടുകൊണ്ട് വ്യോമസേന റഫാൽ, സുഖോയ് 30 വിമാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും പങ്കുവച്ചിരുന്നു. അപ്പോൾ എന്തിനും തയ്യാറാണ് സേനകൾ എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാൻ നടത്തിയ ആ ഭീകരാക്രമണത്തിന് പ്രതികാരം നൽകാൻ തങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് സേനകൾ നൽകുന്നത്. 3 സേനകളും അവരവരുടെ കൃത്യമായ നിലപാടുകൾ അറിയിക്കുന്നുണ്ട്. ഇന്ത്യൻ സേന സജ്ജം എന്ന സന്ദേശം ആർമി ഇട്ടിരിക്കുന്ന 29 സെക്കൻഡ്, ഓൾവേസ് പ്രിപ്പയർഡ്, എവർ വിജിലന്റ്, ഇന്ത്യൻ ആർമി സ്റ്റാൻഡ്സ് റെഡി ടു പ്രൊട്ടക്ട് ദ നേഷൻ എന്ന് പറഞ്ഞ വീഡിയോ സഹിതമാണ്. ഓപ്പറേഷൻ റെഡി ഓൾവേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ, അതായത് 3 സേനാ വിഭാഗങ്ങളും എങ്ങനെയൊക്കെ സജ്ജമാണെന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. രാജ്യത്തിന് ആത്മവിശ്വാസം പകരുക കൂടിയാണ്.